നമ്മൾ ക്ലോസ് ചെയ്ത് പെട്ടിയിലാക്കി വെക്കുന്നു. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫോംസുകൾ, നമുക്ക് തന്ന രേഖകൾ, ഇതെല്ലാം തിരികെ ഏൽപ്പിക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞിട്ടുള്ള പാക്കിംഗ് ആൻഡ് സീലിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പോർഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. അവിടെ നമ്മൾ തയ്യാറാക്കേണ്ടത് 5 പാക്കറ്റ്സുകളാണ്. ഈ പാക്കറ്റുകളിലൊക്കെ തന്നെ 1, 2, 3 എന്നുള്ള പാക്കറ്റ്സ് നെയിം ഓൾറെഡി പ്രിന്റഡ് ആയിരിക്കും. അതാത് പാക്കറ്റ്സുകളിലേക്ക് പറഞ്ഞിട്ടുള്ള ഫോമുകൾ, രേഖകൾ ഇട്ടുകൊണ്ടായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കുള്ള ഹാൻഡ് ബുക്ക് ഉണ്ടല്ലോ, ആ ഹാൻഡ് ബുക്കിൽ നമ്മൾ മറിച്ച അവസാന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പാക്കറ്റ്സുകളിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് 1 by 1 ആയിട്ട് പറയുന്നുണ്ട്. അതിനനുസരിച്ച് ഓരോന്നിടണം. അങ്ങനെ പാക്കറ്റ് നമ്പർ 1-ൽ എന്തൊക്കെ ഇടണം? 5 ഐറ്റംസ് ആണ്. പാക്കറ്റ് നമ്പർ 1-ൽ 5 ഐറ്റംസ് ആണ്. സീൽഡ് കവർ കണ്ടെയ്നിങ് മാർക്ഡ് കോപ്പി, രജിസ്റ്റർ ഓഫ് വോട്ട്സ്, സീൽഡ് കവർ കണ്ടെയ്നിങ് യൂസ്ഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ, ലിസ്റ്റ് ഓഫ് ചലഞ്ചിങ് വോട്ടേഴ്സ്, അൺയൂസ്ഡ് ടെൻഡേഡ് ബാലറ്റ്. ഇത്രയായപ്പോൾ എന്തായി? ഒരു പാക്കറ്റ്, 1-ാം നമ്പർ പാക്കറ്റ് പൂർത്തിയാക്കി. ഇനിയോ 2-ാം നമ്പർ പാക്കറ്റിൽ 6 കാര്യങ്ങൾ. 6 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വായിച്ച എല്ലാവരും കൂടി ചേർന്ന്. റെസിപ്റ്റ് ബുക്ക്, ചലഞ്ചിങ് വോട്ട്സ്, പിന്നെയോ കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ, പിന്നെയോ പോളിംഗ് ഏജന്റിനെ നിയമിച്ച കത്ത്, ബ്ലൈൻഡ് ഇൻഫേം ഇലക്ടേഴ്സ്, ഡിക്ലറേഷൻ അബൌട്ട് ഏജ്. ഇത്രയും കാര്യങ്ങൾ 6 ഐറ്റംസ് പാക്കറ്റ് നമ്പർ 2-ൽ ഇട്ട് വെക്കണം. ഇവിടെ നമ്മൾ ഇലക്ടറൽ റോൾ എന്ന് ഇവിടെ വായിച്ചു, വേറെ നേരത്തെ പറഞ്ഞ മാർക്ഡ് കോപ്പി എന്ന് വായിച്ചു. അപ്പൊ മാർക്ഡ് കോപ്പി ഉണ്ടാകും, മാർക്ക് ചെയ്യാത്ത വേറെ കോപ്പികൾ ഉണ്ടാകും. അതാണ് വോട്ടർ പട്ടിക എന്ന് പറയുന്ന ഇലക്ടറൽ റോള്. ഇനിയുണ്ട് കുറെ അലവലാതി സാധനങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ള പാക്കറ്റ് നമ്പർ 3. എത്ര ഐറ്റംസ് ഉണ്ട്? നീണ്ട 11 ഐറ്റംസ് ഉണ്ട്. അൺയൂസ്ഡ് ഡാമേജ്ഡ് പേപ്പർ സീല്, അൺയൂസ്ഡ് ഡാമേജ് സ്ട്രിപ്പ് സീല്, ഡാമേജ് സ്പെഷ്യൽ ടാഗ്, ഹാൻഡ് ബുക്ക് പ്രിസൈഡിംഗ് ഓഫീസറുടെ, മഷി, പാഡ്, മെറ്റൽ സീല്, ആരോ ക്രോസ് മാർക്ക്, റബ്ബർ സീൽ, വോട്ടർ സ്ലിപ്പ്. ബാക്കി അത്രയായ 11 ആയിരുന്ന? 10 ഉള്ളല്ലേ. ഒരു ഐറ്റം എങ്ങനെയാണ്ട് എവിടെയാ പോയി കിടക്കുക? അത് നമ്മുടെ ആ ബുക്കിലുണ്ട്, ഹാൻഡ് ബുക്കിലുണ്ട്. ഇനി എന്തുണ്ട്? പാക്കറ്റ് നമ്പർ 4. ഇത് പ്രധാനപ്പെട്ട സാധനമാണ്. ഏതൊക്കെയാണ് ഇതിനകത്തുള്ളത്? ആകെപ്പാട് 3 ഐറ്റംസേ ഉള്ളൂ. ഏതൊക്കെയാ? 24A എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, 24A എന്ന് പറഞ്ഞ ആ അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡ് എന്ന് പറഞ്ഞത് വേണം. നിങ്ങൾക്ക് പിന്നെ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് ഒരേ മോഡൽ തയ്യാറാക്കിയാൽ മതി. പക്ഷെ അവിടെ എങ്ങനെയാ? പഞ്ചായത്തിന് വേണ്ടി ഇത്ര എണ്ണം, ബ്ലോക്കിന് വേണ്ടി ഇത്ര എണ്ണം, ജില്ലയ്ക്ക് വേണ്ടി ഇത്ര എണ്ണം, അങ്ങനെ ഒരു 10-30 എണ്ണമെങ്കിലും 10 വീതം തയ്യാറാക്കേണ്ടി വരും. അപ്പൊ പോകുന്നതിന് മുമ്പ് ജ്യൂസ് വാങ്ങി തരണം, അല്ലെങ്കിൽ ഷേക്ക് വാങ്ങി തരണം. കാരണം ഇത്രയും മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയില്ല, എനിക്ക് ഭാഗ്യമല്ലേ. തീർന്നാ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, ചാലഞ്ചർ വോട്ട്സ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഇലക്ഷന്റെ പ്രൊസീജിയർ അവസാനിക്കുകയാണ്. മണി ഏതാണ്ട് 12:21 ബാക്കിയുള്ള 40 മിനിറ്റ് കൊണ്ട് നമുക്ക് മെഷീൻസിനെ കുറിച്ച് നമ്മുടെ റബീഷ് സാറ് പറഞ്ഞു തരും. പിന്നെ ഇപ്പം എടുത്തിട്ടുള്ള ക്ലാസ്സൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ ഒന്ന് എടുത്തായിരുന്നാ? എടുത്തിട്ടുണ്ടായിരുന്നാ? ഇങ്ങനെ തിരിച്ചൊക്കെ എടുത്തില്ലായിരുന്ന? മറന്നുപോയാ? എടുത്താ? അപ്പൊ ഇത് ഞാൻ യൂട്യൂബിലിടും. യൂട്യൂബിന്റെ പേര് പറയണം, നിയാസ് സ്പേസ് വിട്ടിട്ട് MASKN, മസ്കൻ, MASKAN. അപ്പോൾ അതാണ്. അത് അടിച്ചു നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ കിട്ടും. നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ അന്നും തലേദിവസമൊക്കെ അത്യാവശ്യം കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കാം. ബാക്കി ഈ സാറന്മാരുടെയൊക്കെ നമ്പർ വാങ്ങിച്ചോണം. എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണം. കാരണം ഇവർ മുനിസിപ്പാലിറ്റിയിലേക്ക് മാത്രമുള്ള സാറന്മാരാണ്. പിന്നെ വിളിക്കുമ്പോൾ നിങ്ങൾ പറയണം ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള ആളുകളാണെന്ന് പറയണം. കാരണം ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോൾ മാറും. പഞ്ചായത്തുകാർ ചോദിക്കുന്നതിന് ഞങ്ങൾക്ക് കുറച്ച് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷീൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. മുനിസിപ്പാലിറ്റിയിലേക്കാകുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. പോകുന്നതിന് മുമ്പ് നല്ല ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് പോവുക. ഇവിടെ ഇല്ല